നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഇന്നത്തെ ഈ വീഡിയോ. പതിവിൽ വ്യത്യസ്തമായി ഇന്ന് ലൈവ് ക്ലാസ്സുകളൊന്നുമില്ല. നേരിട്ട് യൂട്യൂബിലുള്ള നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതൊന്നുകൂടി ഓർമ്മിപ്പിക്കണം എന്ന് കരുതിയാണ് ഇപ്പോൾ ഉള്ള ഈ ഇങ്ങനൊരു സെഷനുമായി വന്നത്. പതിവിൽ നമ്മൾ സൂമിൽ ചെയ്യുന്ന ക്ലാസ്സുകളെ ഇവിടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് സൂമിലൊന്നും ഇല്ലാത്ത ക്ലാസ് നേരിട്ട് റെക്കോർഡിങ് ചെയ്യാണ്. വളരെ കുറവ് മാത്രമാണ് ഞാൻ ഇങ്ങനെ റെക്കോർഡിങ് ചെയ്തെടുക്കാറ്, നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് നൽകുന്നത് വളരെ കുറവാണ്. പക്ഷെ ഇന്നത്തെ ഒരു ഘട്ടത്തിൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ സൂമിൽ എന്നും പങ്കെടുക്കുന്ന ആൾക്കാരൊക്കെ ഇന്ന് യൂട്യൂബിൽ തന്നെ ഇന്ന് വീഡിയോ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഈ സമയത്ത് തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുള്ള ഒരു റിക്വസ്റ്റോട് കൂടിയിട്ടാണ് പറയുന്നത്. കാരണം ഇന്നത്തെ ദിവസത്തിന് അത്ര കണ്ട് പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിന് മുതിർന്നത്. ലൈവ് വരണം എന്നൊക്കെയാണ് കരുതിയത്. പക്ഷെ ആ സമയത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന ആ സമയത്ത് എനിക്ക് ലൈവ് വരാൻ സാധിക്കില്ല. എന്ന് അപ്പോൾ വേറൊരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പോകാനുണ്ട്. അതുകൊണ്ടാണ് ആ ടൈം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തിട്ട് റെക്കോർഡ് ചെയ്ത് ഇടുന്നത്. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 21/6/2025 ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും വലിയൊരു പ്രാധാന്യമുള്ള ഒരു ദിവസമാണെന്ന്. പക്ഷെ എന്തുകൊണ്ട് ഈ വീഡിയോ ഇത്ര വൈകിയാണ് ചെയ്യുന്നത് വെച്ചാൽ അറിയില്ല. ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ എല്ലാം ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ ഞാൻ കരുതിയത് ഈ സമയത്ത്, ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സമയം 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ഉണ്ടാകുമ്പോൾ ഈ ക്ലാസ് എടുക്കണം എന്നാണ് കരുതിയത്. പക്ഷെ ആ സമയത്ത് എനിക്ക് വേറൊരു പരിപാടി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ എന്നാലും നിങ്ങൾ എല്ലാവരും ആ സമയത്ത് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പ് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും എന്നുള്ളതാണ് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്. അപ്പൊ എല്ലാവരും റെഡി ആണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പെട്ടെന്ന് ക്വിക്കായിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. കാരണം ഈ വീഡിയോ തന്നെ ഞാൻ 2-3 ചെയ്യണമെന്ന് കരുതി. പക്ഷെ സമയപരിമിതികൾ എത്രത്തോളം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ശ്രമിച്ചു നോക്കാം. മാക്സിമം നമുക്ക് ശ്രമിക്കുക. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിപ്പോ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഇത് ഈ വീഡിയോ ചിലപ്പോൾ കാണുന്ന 7 മണിക്കോ 7:30 മണിക്കോ 8 മണിക്കോ ആണെങ്കിൽ കുഴപ്പമില്ല, കണ്ടുവെച്ചോളൂ. 9 മണി കഴിഞ്ഞ് 6 മിനിറ്റും 3 സെക്കൻഡും ഉണ്ടാകുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പരിപാടി നിങ്ങൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് എഴുതി തരാം. 9 മണി 6 മിനിറ്റ് 3 സെക്കൻഡ് ഉണ്ടാകുമ്പോഴാണ് ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യാൻ തുടങ്ങേണ്ടത്. വീഡിയോ അതിനു മുമ്പ് കണ്ടോളൂ കേട്ടോ. അപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത 369 പോർട്ടൽ ഓപ്പണിംഗ് ഡേ എന്നാണ്. നമ്മളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്നവർക്ക്, യൂണിവേഴ്സൽ എനർജിയുമായി കണക്ട് ചെയ്ത് സംസാരിക്കുന്നവർക്കുള്ള പ്രത്യേകത. അതായത് 21 എന്ന് പറയുന്ന 3-6-2025 എന്ന് പറഞ്ഞാൽ 9. ഇങ്ങനെ 3-6-9 എന്നുള്ള ദിവസമാണ്. ഈ 3-6-9 ഒരുപാട് പ്രത്യേകതകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദ യൂണിവേഴ്സൽ എനർജി ഏറ്റവും പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഈ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വ്യത്യാസമുണ്ട്. ഈ സമയത്തെ പറയുമ്പോൾ ഡേറ്റ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും, സമയത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അതുകൊണ്ട് ഈ ദിവസം എല്ലായിടത്തും യൂണിവേഴ്സൽ എനർജി വളരെ ഹൈ പീക്കിൽ നിൽക്കുന്ന സമയമാണ്. അതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത. അപ്പൊ എല്ലാവരും ഇത് മനസ്സിലാക്കിയ എല്ലാവരും താങ്ക് യു എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കൂ. നോക്കൂ, ടെസ്ലയാണ് 369 ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കണ്ടുപിടുത്തം നടത്തിയ ആൾ എന്ന് പറയുന്നത്. പക്ഷെ അതിലേക്ക് പോകുന്നില്ല. അത് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ഞാൻ ടെസ്ല കോഡ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ നമ്മുടെ പുസ്തകത്തിൽ, ലോ ഓഫ് അട്രാക്ഷൻ പുസ്തകത്തിൽ ഒരു ടെക്നിക്ക് തന്നെ 369 പറ്റി പറഞ്ഞിട്ട് അത് ബുക്കൊന്ന് റെഫർ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ അതിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തിലെ പ്രത്യേകത എന്ന് വെച്ചാൽ 369 നമ്മൾ ഭാരതീയ സംസ്കാര പ്രകാരം മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നു. അത് ഇസ്ലാമിക് രീതിയിലായി കഴിഞ്ഞാലോ ക്രിസ്ത്യാനിറ്റിയിലായി കഴിഞ്ഞാലോ മറ്റ് ഭാരതീയ സംസ്കാരത്തിലെ എല്ലാത്തിലും ഇത് അപ്ലിക്കബിൾ ആണ്. എല്ലാം ഉള്ള ഒരു സ്പിരിച്വൽ എനർജിയുടെ ദിവസമാണ് ഇന്നത്തെ ദിവസം. ഏറ്റവും കൂടുതലായിട്ടുള്ള സ്പിരിച്വൽ എനർജി ഹൈ ആയിരിക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പൊ ഞാൻ ഇപ്പോൾ ഈ ക്ലാസ്സിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഭാരതീയ സംസ്കാരത്തിൽ ഒതുക്കിക്കൊണ്ട് മാത്രമാണ്. കാരണം മൂന്നും കവർ ചെയ്യാൻ ഈ വീഡിയോയിൽ എനിക്ക് സാധിക്കില്ല എന്നതുകൊണ്ട് മാത്രം. അപ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത് 36 പോർട്ടൽ എന്താണ് ഇതിന്റെ ഭാരതീയ സംസ്കാരത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ 3 എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ത്രിമൂർത്തി സങ്കല്പങ്ങളാണ് നമുക്ക് ഭാരതീയ സംസ്കാരത്തിലുള്ളത്. സനാതന ധർമ്മത്തിൽ ബേസ് ചെയ്യുന്ന ത്രിമൂർത്തി സങ്കല്പങ്ങളാണ്. അതാണ് ഈ 3 എന്ന് പറയുന്നത്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര എന്ന് പറയുന്ന, ശിവ എന്ന് പറയുന്ന 3, ദ ക്രിയേറ്റർ,
ഓർ പ്രിവെൻഷൻസ് ആൻഡ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്ന 3 കാര്യങ്ങൾ. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറയുന്ന 3 കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ഈ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേകത, ഇന്നത്തെ ദിവസത്തിൽ 3 എന്ന് പറയുന്ന പോർട്ടലിന്റെ പ്രത്യേകത, നമ്മുടെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒരേ രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ദിവസത്തിനാണ് പറയുന്നത്. അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, അപ്പൊ നമ്മൾ ഓരോ ആളും സൃഷ്ടിക്കപ്പെടുന്നു. ഈ പ്രപഞ്ചത്തിന് അനുസൃതമായ രീതിയിലാണ് സൃഷ്ടി നടക്കുന്നുള്ളത്. പക്ഷെ സ്ഥിതിയെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്ഥിതി ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നമ്മൾ സൃഷ്ടിയുടെ കാര്യം പറയുമ്പോൾ പ്രപഞ്ചത്തെയും അതിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്ന ബ്രഹ്മാവിനെ ശൂന്യതയിൽ നിന്ന് രൂപങ്ങളെയും ജീവനെയും കൊണ്ടുവരുന്ന ശക്തിയെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ, അതിന്റെ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ നമ്മുടെ ചിന്തകളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും പുതിയ കാര്യങ്ങൾ രൂപം കൊള്ളുന്നതിനെയാണ് സൃഷ്ടി എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ ഇന്നത്തെ ദിവസം സൃഷ്ടിയെ സംബന്ധിച്ച് നമുക്ക് ഇത്രമാത്രം എടുക്കാം: ഒരു പുതിയ ആശയം, ഒരു പുതിയ ചിന്ത, അല്ലെങ്കിൽ ഒരു പുതിയ രീതിയിലുള്ള ഒരു മാറ്റത്തിന് ഇന്ന് ഈ 3-ൽ നമ്മൾ തീരുമാനിച്ചെടുക്കുന്നു. ഇതാണ് ഇവിടുത്തെ പ്രതിഫലം. നമ്മുടെ ചിന്തയിൽ ഇന്ന് പുതിയൊരു ആശയം, അല്ലെങ്കിൽ എനിക്കായിത്തീരേണ്ട ഒരു പ്രത്യേകതയെ പറ്റി ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നു. ഇതാണ് എൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സൃഷ്ടി എന്ന് പറയുന്ന അവിടെയാണ് ക്രിയേഷൻ നടക്കുന്നത്. ബ്രഹ്മ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സൃഷ്ടാവ് എന്ന് പറയുന്നതിന് നമ്മളൊരു പുതിയ ക്രിയ. അപ്പോൾ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട മാറ്റം എങ്ങോട്ടാണ്? നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പുതിയ ആശയം? നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തെ പറ്റി ചിന്തിക്കുന്നുണ്ടോ? പുതിയ മാറ്റത്തെ പറ്റി ചിന്തിക്കുന്നുണ്ടോ എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക. ഈ ദിവസമാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ദിവസം. അത് ആലോചിക്കുക. ഇതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത് പറഞ്ഞ, നമ്മൾ വിഷ്ണുവിന്റെ സ്ഥിതിയെ പറ്റി നമ്മൾ പറയും. എന്താണ് സ്ഥിതി എന്ന് പറഞ്ഞാൽ? സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തെ നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇവിടെ ഉണ്ടാക്കി വെച്ച ഒന്നിനെ നമ്മൾ നിലനിർത്തുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയും. അല്ലെങ്കിൽ നമ്മുടെ ഇതിനെ ഇപ്പോൾ നടന്നു കൊണ്ടുപോകുന്ന ക്രമത്തിനെ ഒരു സന്തുലനാവസ്ഥ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നന്മയെ നിലനിർത്തുകയും ധർമ്മം പരിപാലിക്കുകയും അല്ലെങ്കിൽ കർത്തവ്യത്തിലേക്ക് നമ്മൾ മുതിരുക എന്ന് പറയുന്നതാണ് സ്ഥിതി എന്ന് പറയുന്നത്. നിലവിലുള്ള നമ്മുടെ അവസ്ഥ, നമ്മുടെ നന്മയും മറ്റും എന്താണോ നമുക്ക് വേണ്ടത് അത് അപ്രകാരം നിലനിർത്തി അതിൻ്റെ മറ്റു രൂപത്തിലേക്ക്, അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോവുക. ദാറ്റ് മീൻസ് ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകത. നമ്മൾ എന്താണോ നിലവിൽ നമുക്ക് ഉണ്ടാവേണ്ടത് അതിനെപ്പറ്റി നമ്മൾ തീരുമാനിച്ചു. ഇനി നിലവിലുള്ളത് എന്താണോ അതിനെയൊക്കെ നമ്മൾ പരിപാലിക്കേണ്ടതിനെയൊക്കെ നമ്മൾ പരിപാലിച്ചു. അതായത് നമുക്ക് നിലനിർത്തേണ്ടതിനെയൊക്കെ നിലനിർത്തി പുതിയ കർത്തവ്യത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് മൂന്നാമത് ഇതിനെപ്പറ്റി നമ്മൾ പറയുന്നു. സ്ഥിതിയെ പറ്റി നമ്മൾ പറയുന്നു. ഇനി മൂന്നാമത്തത് നമ്മൾ സംഹാരം, അല്ലെങ്കിൽ നമ്മൾ ശിവ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? സൃഷ്ടിക്കപ്പെട്ടതിനെ കാലാന്തരത്തിൽ സംഗ്രഹിക്കുകയും മാറ്റങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഉള്ളതിനെ പലതിനെയും നമുക്ക് ഒഴിവാക്കുകയും പുതിയതിനെ മാറ്റത്തിന് വിധേയമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഇതിന്റെ അർത്ഥമെന്നും. അതായത് സംഹാരം എന്നത് കേവലം നാശമുണ്ടാക്കുന്ന അവസ്ഥയല്ല, മറിച്ച് പഴയതിനെ ഇല്ലാതാക്കി പുതിയ ഒന്നിന് വഴിയൊരുക്കുന്ന പ്രവർത്തനത്തിനാണ് സംഹാരം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ അജ്ഞാനമാകുന്ന, അഹങ്കാരമാകുന്ന, തിന്മയാകുന്ന, അല്ലെങ്കിൽ സങ്കടമാകുന്ന, അല്ലെങ്കിൽ മറ്റു അവസ്ഥകളെ മുഴുവൻ മാറ്റപ്പെടുത്തി അതിനെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞ് അതിനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞ് പുനർജന്മം സാധ്യമാക്കുക, പുതിയൊരു കാര്യം അവിടെ സംജാതമാക്കുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ ശിവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സംഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ചില കാര്യങ്ങളെ നമ്മൾ മാറ്റി ഒഴിവാക്കി അവിടെ പുതിയതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇതാണ് 3 എന്ന് പറയുന്ന കാര്യത്തിനനുസരിച്ച്. അപ്പോൾ നിങ്ങൾ 3 അത് എന്തൊക്കെ ചെയ്യണം എന്ന് ഞാൻ ഇത് പറയാം. ഇത് ഒന്നൊന്ന് മനസ്സിലാക്കിയ. ഇനി 6 എന്ന് പറയുന്നത് എന്താണ്? 6 എന്ന് പറയുന്നത് നമുക്ക് 6 സത് റിപ്പൂസ് എന്ന് പറയും. നമുക്ക് 6 എനിമീസ് ഉണ്ട്. നമുക്ക് 6 എനിമീസ് ആണ് പറയാൻ പറ്റുന്നത്. ഒന്ന് കാമ, ക്രോധ, ലോഭ, മോഷ, മത, മാത്സര്യ എന്ന് പറയുന്ന 6 കാര്യങ്ങളുണ്ട്. നമുക്ക് 6 ഒഴിവാക്കേണ്ട എനിമീസ് ഓഫ് മൈൻഡ് എന്ന് പറയും. നമ്മുടെ
6 വേണ്ടാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ 6നെയും പൂർണ്ണമായി ഒഴിവാക്കുക എന്ന് പറയുന്നത്. കാമ, ക്രോധ, ലോഭ, മോഷ, മത മത്സര്യാദികളെല്ലാം വിട്ടുകൊണ്ട് സ്വസ്ഥമായി നമ്മളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ മാത്രം ചെയ്തുകൊണ്ട് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് എന്താണോ നമ്മളുടെ സൃഷ്ടിസ്ഥിതി സംഹാരം അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് 6 എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് 9 എന്ന് പറയുന്നത്, നമുക്ക് 9 പ്ലാനറ്റ്സുകളെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ. അതായത് നമ്മുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നമ്മുടെ കർമ്മയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നവഗ്രഹങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. നവഗ്രഹങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ പ്രത്യേകത. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, അതുപോലെ തന്നെ രാഹു, കേതു, ഇങ്ങനെയുള്ള 9 നവഗ്രഹങ്ങളെ പറ്റി പറയുന്നു. ഈ നവഗ്രഹങ്ങളുടെ എല്ലാം എന്താ പ്രത്യേകത? ഇതിനെല്ലാത്തിനും ഒരു ഊർജമുണ്ട്. ഈ ഊർജം നമ്മുടെ കർമ്മവുമായി ബന്ധപ്പെടുന്നു എന്നുള്ള സത്യം നമുക്കറിയാം. ഓരോ ഗ്രഹത്തിനും അതിൻ്റെതായ ഊർജവും സ്വഭാവമുണ്ട്. ഇവ ഓരോ വ്യക്തിയുടെയും ജനന സമയത്തും അല്ലെങ്കിൽ അവരുടെ പരിപാലനത്തിന് സമയത്തും അവരുടെ കർമ്മങ്ങളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. ആ സ്വാധീനത്തിനെ നമുക്ക് ത്വരിതപ്പെടുത്തി വേണ്ട രീതിയിലെ മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനും നല്ല ഫലങ്ങൾ നേടാൻ സഹായിക്കുന്ന രീതിയിൽ നമ്മൾ നവഗ്രഹങ്ങളെ മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് 369ന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ 369ന്റെ പ്രത്യേകത നമുക്ക് ദൈവീകമായി ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ പ്രത്യേകതകളും ഇവിടെ ഉണ്ടാകും എന്നതിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് ക്രിസ്ത്യാനിറ്റിയിൽ പറഞ്ഞ മറ്റൊരു രൂപത്തിൽ ചെറിയതായിട്ടൊന്ന് പറഞ്ഞു പോകാം. ഫാദർ, സൺ, ഹോളി സ്പിരിറ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്, ട്രിനിറ്റിനെ പറ്റി കേട്ടിട്ടുണ്ട്. അതാണ് ഈ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരനെ പറ്റി പറയുന്നത്. ഇത് തന്നെ സെയിം കോൺസെപ്റ്റ് ആണ്. 6 days ഓഫ് ക്രിയേഷനെ പറ്റിയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ. റെസ്റ്റിംഗ് ഓൺ ദ 7th എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഓഫ് ദ സ്പിരിറ്റ് എന്നെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ക്രിസ്ത്യാനിറ്റിയിൽ റെഫർ ചെയ്യാവുന്നതാണ്. ഇസ്ലാമിക് രീതിയിലാണെങ്കിൽ നോളജ്, ഫെയ്ത്ത് ആൻഡ് ഗുഡ് ഡീഡ്സ് എന്ന് പറയുന്ന ദൈവവുമായിട്ടുള്ള 3 ഫൗണ്ടേഷൻ ഓഫ് ഇമാം പറ്റി പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. 6 ആർട്ടിക്കിൾ ഓഫ് ഫെയ്ത്ത് ഇൻ ഇസ്ലാമിനെ പറ്റി പറയുന്ന 6 എണ്ണത്തിന് 6 ആർട്ടിക്കിൾ ഓഫ് ഫെയ്ത്ത് ഇൻ ഇസ്ലാം എന്ന് പറയുന്നത്. 9 സ്റ്റെപ്പ് പ്രെയർ ഓഫ് ഹജ്ജിന് പോകുന്നതിന് മുമ്പ് നമ്മൾ 9 സ്റ്റെപ്പുകൾ കടന്നു പോകണം എന്ന് പറയുന്നത്. അതാണ് ഈ നവഗ്രഹങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത്, 9 പ്ലാനറ്റ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. പക്ഷെ ഇപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി മാത്രമാണ് ഹൈന്ദവ സംസ്കാരത്തെ പറ്റി മാത്രം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് മാത്രം ഇപ്പൊ പറഞ്ഞു പോകാം. നിങ്ങൾ ചെയ്യേണ്ടത് സമയം 9 മണി 6 മിനിറ്റ് 3 സെക്കൻഡ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ക്ലോക്ക്, നിങ്ങൾ മൊബൈലിലോ മറ്റോ ടൈം വെച്ച് കൃത്യമായിട്ട് തന്നെ എടുത്തു വെച്ച് കൃത്യം സമയത്ത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം എന്താണ്? ആദ്യത്തെ 3 മിനിറ്റ് നേരം നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റത്തെ പറ്റിയിട്ട് നിങ്ങൾ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കുക. അതായത് നിങ്ങൾ എഴുതുക. അപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണ്ട മാറ്റം, നിങ്ങൾ ഒരു കാര്യത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ നോക്കോ, ആദ്യത്തെ 3 മിനിറ്റ് നേരം നിങ്ങൾ ചെയ്യേണ്ട, ഞാൻ 1-2 സെന്റൻസോട് വായിക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോ അപ്രതീക്ഷിതമായ ധനം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അപ്രതീക്ഷിതമായ ധനം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ കാര്യം 3 മിനിറ്റ് നേരം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ മന്ത്രം ഉച്ചരിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. മന്ത്രം അറിയാലോ, മന്ത്രം എങ്ങനെയാണ് പറയുക? മന്ത്രം ഉച്ചരിക്കുന്ന പോലെ നമ്മൾ വളരെ സൈലന്റ് ആയിട്ട് സ്വസ്ഥമായി ഇരുന്നുകൊണ്ട് മന്ത്രോച്ചാരണം നടത്തുന്ന പോലെ അപ്രതീക്ഷിതമായ ധനം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, പ്രതീക്ഷിതമായ ധനം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, പ്രതീക്ഷിതമായ ധനം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് 3 മിനിറ്റ് നേരം ക്ലോക്ക് വെച്ചിട്ട്, സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് 3 മിനിറ്റ് നേരം കണ്ടിന്യൂസ് ആയിട്ട് പറയണം. അല്ലെങ്കിൽ മറ്റൊരു ചില ആൾക്ക് ധനമായിരിക്കില്ല ആവശ്യം, നല്ല ബന്ധങ്ങളായിരിക്കും. അപ്പൊ അവർക്ക് പറയാം, നല്ല ബന്ധങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, നല്ല ബന്ധങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, നല്ല ബന്ധങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, നല്ല ബന്ധങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയി 3 മിനിറ്റ് നേരം പറയുക. അല്ലെങ്കിൽ മറ്റു ചില ആൾക്ക് അസുഖം മാറാനായിരിക്കും പറയാനുള്ളത്. അപ്പോൾ അവർ പറയേണ്ടത്, എനിക്ക് നല്ല സന്തോഷകരമായ സൗഖ്യം അനുഭവപ്പെടുന്നു, 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 എനിക്ക് നല്ല സന്തോഷകരമായ സൗഖ്യം അനുഭവപ്പെടുന്നു. ഇങ്ങനെ പറയുക. അതെന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾ എഴുതിയെടുത്തോളൂ. നമ്മുടെ അഫ്രിമേഷൻ പുസ്തകത്തിൽ ഇതുപോലെ കുറെ അഫ്രിമേഷൻസ് ഉണ്ട്. അറിയാമല്ലോ, നമ്മൾ അഫ്രിമേഷൻ പുസ്തകം നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇതിൽ നോക്കി എടുത്താൽ മതി. ഇതിനകത്ത് കുറെ ഇതുപോലത്തെ സംഭവങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ എല്ലാ. അപ്പൊ അതിൽ നിന്ന് വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്തെടുത്തോളാം.
അല്ല, ചില ആളുകൾ മറ്റു ചിലർക്ക് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും, ഞാൻ ആഗ്രഹിക്കുന്ന ഏതാണോ കാര്യം ഡാഷ് കാര്യം നടന്നിരിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന ഡാഷ് കാര്യം നടന്നിരിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന ഡാഷ് കാര്യം നടന്നിരിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഇത് 9 മിനിറ്റ്, അങ്ങനെ ഏതാണോ വേണ്ടത് വെച്ചാൽ 9 മിനിറ്റ് 3 മിനിറ്റ് നേരം പറയുക. ഇനി അടുത്ത 6 മിനിറ്റ് നേരം നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കാര്യത്തെ മാത്രം കാണുക. എന്താണോ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് അത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ, അത് നിങ്ങൾ കാണുക. ഫുൾ ഒരു എന്താ പറയാ, സിനിമാറ്റിക് സിനിമ കാണുന്ന പോലെ, സിനിസ്കോപ്പ് വലിയ സ്ക്രീനിൽ കാണുന്നില്ലേ സിനിമ, അതുപോലെ നിങ്ങൾ കണ്ണടച്ചിരുന്ന് കാണുക. ഇതെല്ലാം കണ്ണടച്ച് നല്ല പ്രാർത്ഥനയോടുകൂടി പറയണം. അപ്പൊ ആ സംഭവം നടന്നതായിട്ട് നിങ്ങൾ 6 മിനിറ്റ് നേരം കണ്ടിന്യൂസ് വിഷ്വലൈസ് ചെയ്യുക. വേറെ ഒരു ചിന്തയും പാടില്ല, ഒരു തോട്ട്സും പാടില്ല. ഇത് മാത്രം. ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് അപ്രതീക്ഷിതമായി ധനം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിൽ അപ്രതീക്ഷിതമായി ധനം വന്നു, അപ്പൊ നിങ്ങളുടെ SMS എങ്ങനെയോ ക്യാഷോ എങ്ങനെയാണോ എന്നുണ്ട് അത് കിട്ടിയാലല്ലോ നിങ്ങൾക്ക് സന്തോഷത്തെ പറ്റി മാത്രം ആലോചിക്കുക. 6 മിനിറ്റ് നേരം ഒരു ഡൗട്ടും ഇല്ലാതെ ചെയ്യാം. ഇനി അടുത്ത 9 മിനിറ്റ് നേരം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോ ഇത് എൻഡ് ചെയ്യുമ്പോൾ 9 മിനിറ്റ് നേരം ദൈർഘ്യമുള്ള ഒരു മ്യൂസിക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യും. ആ മ്യൂസിക് കേട്ടങ്ങനെ ഇരിക്കുക. ഓക്കെ, അത് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ വിഷ്വലൈസേഷൻ 6 മിനിറ്റ് നേരത്തെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വിഷ്വലൈസേഷൻ എഴുതിയിട്ട് ഒരു വീഡിയോ തരാം. അപ്പോൾ ഞാൻ അതിൽ എൻഡ് എന്ന് പറയും, അപ്പോൾ നിർത്തിയാൽ മതി. മറ്റേ 3 മിനിറ്റിൽ ഞാൻ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു തരാം. അങ്ങനെ 3 ഭാഗമായിട്ട് ഇനിയിപ്പോ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്തതിന് ശേഷം 3 ഭാഗമായിട്ട് 3, 6, 9 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു മ്യൂസിക് തരാം. ആദ്യം ഞാൻ പറയും സ്റ്റാർട്ട് യുവർ അഫർമേഷൻ എന്ന് പറയും. അപ്പോൾ ആ അഫർമേഷൻ 3 മിനിറ്റ് നേരം കഴിയുമ്പോൾ ലാസ്റ്റ് ഞാൻ പറയും എൻഡ് യുവർ അഫർമേഷൻ എന്ന് പറയും. ഇപ്പൊ നിങ്ങൾ ക്ലോക്ക് വെക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും. ആ 3 മിനിറ്റ്. അടുത്തത് സ്റ്റാർട്ട് യുവർ വിഷ്വലൈസേഷൻ എന്ന് പറയും. അപ്പോൾ ഞാനൊരു മ്യൂസിക് ഇടും. ആ മ്യൂസിക് ഇട്ട് 6 മിനിറ്റ് വിഷ്വലൈസ് ചെയ്യുക. എൻഡ് യുവർ വിഷ്വലൈസേഷൻ എന്ന് പറയും, അത് നിർത്തുക. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് യുവർ മെഡിറ്റേഷൻ എന്ന് പറയും. ആ മെഡിറ്റേഷൻ 9 മിനിറ്റ് തന്നെ കണ്ടിന്യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് ആ 9 മിനിറ്റ് നിങ്ങൾ സറണ്ടർ ടു ദ യൂണിവേഴ്സ് ആണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, നിങ്ങൾ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ ഉൾക്കൊണ്ട കാര്യം നിങ്ങൾ 9 മിനിറ്റ് യൂണിവേഴ്സ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ യൂണിവേഴ്സ് വിട്ടുകൊടുക്കാണ്. അവിടെ എന്ത് വേണം ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ, ഐ ആം സറണ്ടറിങ് ടു യു എന്നൊരു പറയുന്ന 9 മിനിറ്റ് നേരം ചെയ്യുക. ഇത്രയും പ്രോസസ്സ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അടിപൊളിയായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. മാത്രം ഇപ്പോൾ പറയുന്നു, ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. നന്ദി, നമസ്കാരം. അപ്പൊ മുഴുവൻ വീഡിയോ കാണുക, മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക, ഇപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കുക ആൾക്കാരോട്. ഇത് ഈ സമയത്ത് തന്നെ ചെയ്യാൻ 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ് കഴിഞ്ഞ് 3 സെക്കൻഡ് കഴിഞ്ഞിട്ട് വേണം ഇത് തുടങ്ങാൻ. അതിനനുസരിച്ച് നിങ്ങൾ ഇത് കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വെനിഗോ, താങ്ക് യു. നമുക്ക് തുടങ്ങാം. ജസ്റ്റ് സ്റ്റാർട്ട് നൗ. അതിനുവേണ്ടി പ്രിപ്പറേഷനൊക്കെ തയ്യാറാക്കി തുടങ്ങാം. നമുക്ക് സിറ്റ് കംഫർട്ടബിളി, സ്വസ്ഥമായിട്ടിരിക്കുക. മനസ്സിൽ ഇത് മാത്രം, എന്താണോ നിങ്ങൾ എഴുതി വെച്ച ആഗ്രഹം അത് മാത്രം വെച്ച് തുടങ്ങാം. ഓക്കെ, താങ്ക് യു.
ഇനി നമുക്ക് വിഷ്വലൈസേഷൻ തുടങ്ങാം. അടുത്ത 6 മിനിറ്റ് നേരം നിങ്ങൾ ഇത് മാത്രം കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തായിരുന്നു, നിങ്ങൾ എന്താണോ വിചാരിച്ചത് അത് മാത്രം കണ്ടുകൊണ്ടിരിക്കുക. സ്റ്റാർട്ട് നൗ.